ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് നടപടി പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അല്പം മുൻപാണ് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായുള്ള അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ വിമാനത്താവളത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ എമിറേറ്റ്സ് ഇന്നു മുതൽ ദുബായിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ എമിറേറ്റ്സ് ഇപ്പോൾ ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദുബായിലേക്ക് തിരിച്ചുമുള്ള മുഴുവൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ വിമാനം ഉണ്ടാകില്ല. ആരും എയർപോർട്ടിലേക്ക് വരേണ്ടതില്ലെന്നും എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. ഈ തീരുമാനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യുഎഇയിൽ വീണ്ടും സുരക്ഷാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. മിസൈൽ ആക്രമണ ഭീഷണി നേരിടുന്നതായും രാജ്യത്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിക്കുന്നതുമായിട്ടുള്ള അലർട്ടാണ് കിട്ടിയിരിക്കുന്നത്. യുഎഇ ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ദുബായ് ഗ്ലോബലിലേക്ക് ഇന്നും നാളെയും അടച്ചിടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായ 7 ദിവസങ്ങളായി ഗ്ലോബലിലേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ സുരക്ഷിതരായിരിക്കാനുള്ള നിർദ്ദേശമാണ് യുഎഇ മന്ത്രാലയത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉണ്ടാകുന്നത്. അതെ, ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഗൾഫ് മേഖലയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതേപോലെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ തീരുമാനം എന്ന് ദുബായ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിൻസ് സെബാസ്റ്റ്യൻ.